അച്ഛാ, അവിടെ ചെന്ന് ക്യാൻ തൂക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോകൊന്നും വേണ്ട. അകത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് അവരോട് കൊണ്ടുപോകാൻ പറയണേ. ശരി മേഡം. ഇതെന്താ? ആരാ ഇതൊക്കെ? ആരാ? എന്താ കാര്യം? താൻ വലിയ സാമർത്ഥ്യക്കാരനെന്നാണോ തന്റെ വിചാരം? എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് തനിക്കറിയില്ലേ? താൻ ഇവിടെ വന്നൊരു വാട്ടർ ക്യാൻ കട തുടങ്ങിയപ്പോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതി. അപ്പൊ എന്റെ തലേ കയറിട്ടാണോ നിന്റെ കച്ചവടം? അല്ല, ആരുടെ തലേ കയറിയെന്ന് നിങ്ങൾ ഈ പറയുന്നേ? നീ മാറി നിൽക്കണേ. കൊച്ചു പെമ്പിള്ളാരോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നീ ഇതിൽ ഇടപെടണ്ട മോളെ. ഇടപെടണ്ടെന്ന് വെച്ചാ ഇയാളുടെ പ്രശ്നം എന്താന്ന് ഇയാള് പറയുന്നില്ലല്ലോ. പ്രശ്നം ഞങ്ങള് തമ്മിൽ സംസാരിച്ചോളാം. എന്താ കാര്യം? ശിവദാസ, എന്റെ ഏരിയയിൽ നീ വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വേറിട്ടൊക്കെ കയ്യിൽ വെച്ചേക്ക്. ഈ കോർപ്പറേഷനിൽ എവിടെയും വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പെർമിറ്റ് ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ച് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നിടത്ത് നീ കൊടുക്കൂ? ഞങ്ങൾ ആരോടും വെള്ളം വേണോന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലാറില്ല. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കും. അവരെന്താ ഞങ്ങളെ വിളിച്ച് ആവശ്യപ്പെടുന്നെന്ന് അറിയോ? നിങ്ങൾ വിളിച്ച സമയത്തിന് കിട്ടില്ല, അതുകൊണ്ട് തന്നെ. തന്റെ മകള് വല്ലാതെ വാചകം അടിക്കുന്നുണ്ട്. ഇവളോട് വാടയ്ക്കാൻ പറ, അല്ലെങ്കിൽ തന്റെ പല്ലായിരിക്കും മണ്ണിൽ വീഴുന്നത്. എന്റെ പിള്ളേരെ ഇതുവരെ അവള് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓ പിന്നെ, താനും തന്റെ പിള്ളേരെ ഏമാമാരാണല്ലോ ഇവിടുത്തെ. അപ്പൊ തന്തയ്ക്ക് പേടിയുണ്ടല്ലേ? ഇല്ല, ഇത്തരം പ്രൗഢികള് ഒരു പേടിയില്ല എനിക്കും എന്റെ അച്ഛനും. അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് അത് പറ. ഞങ്ങളുടെ ഏരിയയിൽ വെള്ളം കൊടുക്കരുത്. ആരെങ്കിലും ആവശ്യപ്പെട്ട എവിടെയാണെങ്കിലും കൊടുത്തിരിക്കും. കൊടുത്ത അതിന്റെ ഫലം നിന്റെ തന്ത അനുഭവിക്കും. അധികം വീമ്പിളക്കല്ലേ. എന്റെ അച്ഛന്റെ ഒരു രോമത്തി തൊട്ട നിങ്ങളും നിങ്ങളുടെ ഈ കിങ്കരന്മാരും ഇവിടുന്ന് 2 കാലി മടങ്ങിപ്പോയില്ല. കേട്ടോടാ ഈ പീക്കിരി പെണ്ണ് പറയുന്നത്. എന്നാ ഒന്ന് തൊട്ടു നോക്കിയാലോ? എടുക്കട കൈ. വിട്ടില്ലെങ്കിൽ വിടാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ എന്താടി മോളെ കാണിച്ചത്? ഓർമ്മയുണ്ടോ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛനെ കൊണ്ടുപോയി ചേർത്ത കരാട്ടെ ക്ലാസ്. അതിപ്പോ ശരിക്കും പ്രയോജനപ്പെട്ടു. ഓ